നിങ്ങൾ നൗഷാദ് ഹസനിയോട് ചോദിക്കുക. നൗഷാദ് ഹസനി ഇപ്പൊ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതാദ്യം പൊന്മളയെ നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണ് നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത്. അത് ശരി. നമ്മളെന്നപ്പോ ഈ കോമാട്ട് ചാലിൽ അബ്ദുള്ളാണ് ഇപ്പൊ ഇതൊക്കെ പറയിപ്പിച്ചാണ് വിചാരിച്ചു കേട്ടോ. സംഭവത്തില് ഷെയ്ഖ് നമ്മളെ കായക്കോടിയാണ്. നൗഷാദിന്റെ മെച്ചായിക്കന്മാര് അറിയുമ്പം ഇവര് നമ്മൾ ആരാണ് ആ മെച്ചായിക്കന്മാരും ചോദിച്ചിട്ട് ഇവര് പറയലില്ലല്ലോ. ഇതാണത് സംഭവം. ഹനീഫ കായക്കോടിയാണ് നൗഷാദിന്റെ പിന്നില്. അതിനിപ്പം ബാക്കിയുള്ള ഗുരുട്ടൂരികൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഫൈസലിന് മയമാക്കാക്കും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. സംഭവം ഉള്ളിൽ കൂടെ കളിച്ചത് കായക്കോടിയാണ്. കായക്കോടി പറഞ്ഞിട്ടില്ല ഞങ്ങള് ഈ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് കായക്കോടിയാണല്ലോ. അതാണ് ഇപ്പൊ ലാസ്റ്റ് വായക്കാട് നൗഷാദ് ശരിക്കൊരു വഹാബിന്റെ പ്രസംഗമാണല്ലോ നടത്തിയത്. ഒരു വഹാബി സ്റ്റേജിൽ നിന്ന് ഹുസൈൻ സലഫിയും കായക്കോടിയൊക്കെ എങ്ങനെയാണോ പ്രസംഗിക്കണത് അതേ പ്രസംഗമാണ് നൗഷാദ് വാഴക്കാട് വെച്ചിട്ട് പറഞ്ഞത്. അതൊക്കെ ഈ കായക്കോടിന്റെ നിർദ്ദേശമാണ്. അതാണ് ആ ഉന്നത ഹളറത്തിൽ ഞങ്ങൾ പോയി ഇരുന്നാല് കിട്ടണതാണ് ഞങ്ങൾ പറയല് എന്ന് പറയലില്ലേ. സംഭവം ഉന്നത ഹളറത്ത് കായക്കോടിന്റെ ഹളറത്താന്ന് മനസ്സിലായാലും ഇപ്പൊ എല്ലാവർക്കും. ആ കായക്കോടി അത് ഇങ്ങനെ തുറന്ന് പറയണ്ടില്ലേ. ഇനി നൗഷാദ് ഇപ്പൊ ഉന്നത ഹളറത്ത് എന്നൊക്കെ പറഞ്ഞപ്പോ പല ആൾക്കാരും മനസ്സിലാക്കിയേ അത് ഏതോ ഒരു വലിയ ഹളറത്താ വിചാരിച്ചിക്ക. ഇത് കായക്കോടിന്റെ ഹളറത്താന്നുള്ളപ്പോ ആർക്കും മനസ്സിലായിട്ടില്ല. ഏതായാലും ഇപ്പൊ പിടുത്ത കിട്ടില്ല എല്ലാവർക്കും. ഈ ഹളറത്തുനിന്ന് വരുന്നതായതുകൊണ്ടാണ് കുറെ മാറ്റി പറയേണ്ടി വരുന്നേ. വഹാബികള് പണ്ടേ മാറ്റി പറഞ്ഞ ആൾക്കാരല്ലേ. തറാവീഹിന്റെ വിഷയത്തിൽ, എണ്ണത്തിന്റെ വിഷയത്തിൽ തന്നെ എത്ര മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഓൽക്ക്. അതുപോലെ ഏതെല്ലാം വിഷയങ്ങളിൽ എത്ര മാറ്റം വന്നുകണ്. മാറ്റി പറയലല്ലോ വഹാബികളുടെ അടിസ്ഥാനം. അതന്നെയാണ് ഈ കാട്ടുവളപ്പിൽ നൗഷാദും ചെയ്തുകൊണ്ടിരിക്കണേ. ഓരോ നിമിഷവും മാറ്റി പറഞ്ഞ എന്തുകൊണ്ടാ കായക്കോടിനെയാണ് ഈ ചങ്ങായി ചെയ്ക്കാക്കി. വെറുതെ അല്ല ഉന്നത ഹളറത്ത് പറയുമ്പോൾ നമ്മളത് ഏതാന്ന് ചോദിച്ചിട്ടും ഉണ്ടാകത്തിറക്കണേ. ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും.